നിനക്ക് അസുഖമൊന്നുമില്ല, എല്ലാ ടെസ്റ്റും ചെയ്ത് നോർമലാണ്, നീ ഇത് അഭിനയിക്കുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് സൈക്കോളജിക്കലാണ് എന്ന് പറയും. പക്ഷേ ഈ രോഗിക്ക് വേദനയുണ്ട്. അപ്പോൾ രോഗിക്ക് എന്താ തോന്നുന്നത്? എനിക്ക് ഈ വേദനയുണ്ട്, എൻ്റെ വേദന ആരും മനസ്സിലാക്കുന്നില്ല. എന്താണ് ഇവരുടെ സിംറ്റം? പലപ്പോഴും ദേഹം മൊത്തം വേദന, നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കൈകാല് കഴപ്പ്, തലവേദന, വയറുവേദന, നെഞ്ചുവേദന. മിനിമം ഒരു 10-15 ഡോക്ടർമാരെ ഇവർ കണ്ടു കാണും. ഇവരുടെ കയ്യിൽ ഒരു 2-3 MRI കാണും. ഇതൊക്കെയായിട്ടായിരിക്കും വരുന്നത്. ഈ വരുമ്പോൾ തന്നെ നമുക്കറിയാം മിക്കവാറും ഇത് ഡയഗ്നോസിസ് ഫൈബ്രോമയാൾജിയ ആയിരിക്കുമെന്ന്. ഇത് നമ്മുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനേക്കാളും ഓസ്റ്റിയോ ആർത്രൈറ്റിസിനേക്കാളും ഒക്കെ വളരെ കൂടുതലായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു അസുഖമാണ് ഫൈബ്രോമയാൾജിയ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരീരത്തിൽ തല മുതൽ കാല് വരെയുള്ള വേദനയായിട്ടായിരിക്കും ഒരു അവർക്ക് ഉണ്ടാകുന്നത്. ചിലർക്ക് അങ്ങനെ തുടക്കത്തിൽ അങ്ങനെ ആകണമെന്നില്ല, അത് കൂടി വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. സാധാരണ ഒരു കഴുത്ത് വേദനയായിട്ടായിരിക്കും തുടങ്ങുന്നത്. അത് സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ അത് പിന്നെ ക്രോണിക് വൈഡ് സ്പ്രെഡ് പെയിൻ ആകും. അതായത് ലോക്കലൈസ്ഡ് പെയിൻ ആയിരിക്കും ആദ്യം, അത് കുറച്ച് കഴിയുമ്പോൾ ക്രോണിക് വൈഡ് സ്പ്രെഡ് പെയിനായിട്ട് പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കും. അത് കൂടാതെ ഇവർക്ക് ഉറക്കമില്ലായ്മ കാണും, മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. അതിൻ്റെ കൂടെ രാത്രി കിടന്നാൽ ഉറങ്ങാൻ പറ്റത്തില്ല, ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ കൈകാല് പെരുപ്പും കഴപ്പും ഉണ്ടാകും. ആദ്യകാലങ്ങളിൽ ഇവർ പല ഡോക്ടർമാരെയും കാണും. ഡോക്ടർമാർ പറയും സ്കാൻ ചെയ്യും, ടെസ്റ്റുകൾ ചെയ്യും, തൈറോയ്ഡ് ഉണ്ടോ നോക്കും, ആദ്യം വൈറ്റമിൻ ഡി നോക്കും. ചിലപ്പോൾ വൈറ്റമിൻ ഡി കുറവാണെന്ന് പറഞ്ഞ് വൈറ്റമിൻ ഡി കൊടുക്കും, അസുഖം കുറയില്ല. അത് കഴിഞ്ഞ് പല സ്കാനുകൾ എടുക്കും. ആ സ്കാനുകളെല്ലാം നോർമലായിരിക്കും, ESR നോർമലാണ്, വാദത്തിന് ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോക്കും, അതൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ വീട്ടുകാരെന്താ വിചാരിക്കുന്നത്? നിനക്ക് അസുഖമൊന്നുമില്ല, എല്ലാ ടെസ്റ്റും ചെയ്ത് നോർമലാണ്, നീ ഇത് അഭിനയിക്കുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് സൈക്കോളജിക്കലാണ് എന്ന് പറയും. പക്ഷേ ഈ രോഗിക്ക് വേദനയുണ്ട്. അപ്പോൾ രോഗിക്ക് എന്താ തോന്നുന്നത്? എനിക്ക് ഈ വേദനയുണ്ട്, എൻ്റെ വേദന ആരും മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും വീട്ടിലെ അമ്മായിയമ്മയോ വീട്ടിലെ മുതിർന്നവരോ, പലപ്പോഴും ഇത് ഫീമെയിൽസിനാണ് കൂടുതലായിട്ട് വരുന്നത്. അതായത് ഒരു 9:1 ആണ്. അതായത് മെയിൽസിലുണ്ടാകുന്നതിനേക്കാൾ 9 ഇരട്ടിയാണ് ഫീമെയിൽസിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ 10 ഇരട്ടിയോളം ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? അവർ ഒരു മിഡിൽ ഏജിൽ 25-30 വയസ്സിലാണ് തുടങ്ങുന്നത്. അവർ അമ്മായിയമ്മ വിചാരിക്കും കല്യാണം കഴിച്ച് വന്നിട്ടുള്ളൂ, അവൾക്ക് പണിയെടുക്കാൻ വയ്യാത്തതുകൊണ്ട് ചുമ്മാ വേദന എന്ന് പറയുകയാണ്. എല്ലായിടത്തും കൊണ്ട് കാണിച്ചു, എല്ലാ സ്കാനും ചെയ്തു, എല്ലാം നോർമലാണ്, എന്നിട്ടും വേദനയാണ്. ഇത് പറയുമ്പോൾ പേഷ്യൻസിന് പലപ്പോഴും തോന്നുന്നത് എന്താണ്? എനിക്ക് ഈ വേദനയുണ്ട്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഇവർക്ക് ഡിപ്രഷൻ വരും. അവർക്ക് മാനസികമായി ഭയങ്കരമായ ഒരു സങ്കടവും ഉണ്ടാകും. ആ സങ്കടം ഉണ്ടാകുമ്പോൾ അവരുടെ വേദന എന്ത് പറ്റും? വീണ്ടും കൂടും. അപ്പോൾ മനസ്സിന് സങ്കടം വരുന്നു, വേദന കൂടുന്നു, ആരും മനസ്സിലാക്കുന്നില്ല, വീണ്ടും സങ്കടം വരുന്നു. ഇങ്ങനെ ഒരു സൈക്കിളാണിത്. അത് കൂടാതെ കുറേ ആളുകൾക്കുണ്ടാകുന്ന പേടി ഫൈബ്രോമയാൾജിയ ആണെങ്കിൽ എനിക്ക് ശരീരത്തിൽ വേദനയുണ്ടല്ലോ, വേറെ എന്തെങ്കിലും അസുഖമാണോ, എനിക്ക് ക്യാൻസർ വല്ലതുമാണോ, ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്യാൻസറോ വേറെ എന്തെങ്കിലും അസുഖമാണോ, ബോൺ TB ആണോ, ബോണിന് എന്തെങ്കിലും അഴിഞ്ഞിരുന്ന മൈലോമയാണോ, ഇങ്ങനെ പലതരത്തിലുള്ള ഭയം ആയിട്ടാണ് പേഷ്യൻസ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതെങ്ങനെ ഉണ്ടാകുന്നു നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വേദന ഉണ്ടാകുന്നത്? നമുക്കറിയാം വേദന ഉണ്ടാക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റമാണ് ഈ വേദന ഉണ്ടാക്കുന്നത്. വേദന നമ്മൾ തൊട്ടു എന്ന് പറഞ്ഞാൽ തൊട്ടു ഇവിടെ തൊടുമ്പോൾ, എൻ്റെ കയ്യിൽ തൊടുമ്പോൾ എൻ്റെ ബ്രെയിനിൽ കോശങ്ങളിൽ നെർവ്സ് ആക്റ്റീവ് ആകുമ്പോഴാണ് തൊട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഫൈബ്രോമയാൾജിയ ഉള്ള ആളുകളിൽ നമ്മുടെ ചെറിയൊരു സ്റ്റിമുലസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാലും വളരെ കൂടിയ സ്റ്റിമുലസ് ആയിട്ടായിരിക്കും തലയിൽ അത് ആക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മൈക്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, ചെറുതായിട്ട് സംസാരിക്കുമ്പോൾ ആംപ്ലിഫൈ ചെയ്യത്തില്ലേ? ഒരു ആംപ്ലിഫയർ വന്നിട്ട് വലിയ സൗണ്ടായിട്ടാണ് പുറത്ത് കേൾക്കുന്നത് അല്ലേ? അതുപോലെ ഇവർക്ക് പെയിൻ ആംപ്ലിഫിക്കേഷൻ ഉണ്ടാകും. ഒരാൾ തൊടുമ്പോൾ തന്നെ ഇത് അവരുടെ സ്റ്റിമുലസിനെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് ബ്രെയിനിൽ പോകുന്നത്. അപ്പോൾ അത് ബ്രെയിൻ എന്തായിട്ടാണ് തിരിച്ചറിയുന്നത്? വേദനയായിട്ടാണ് തിരിച്ചറിയുന്നത്. സാധാരണ നോർമലിയുള്ള ആളുകൾ വേദന അനുഭവിക്കാത്ത ഒരു സ്റ്റിമുലസിൽ ഇവർക്ക് വേദന വന്നു തുടങ്ങും. ഇതിനെയാണ് പെയിൻ ആംപ്ലിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? പെയിൻ സെൻറ്ററും നമ്മുടെ മൂഡ് സെൻറ്ററും അടുത്തടുത്തായിരിക്കും തലയിൽ, ബ്രെയിനിൽ. അപ്പോൾ പെയിൻ വന്നു കഴിയുമ്പോൾ മൂഡ് എന്ത് പറ്റും? നമ്മൾ ഡൗൺ ആകും, ഒരു ഡിപ്രഷൻ പോലെ ആകും. ഡിപ്രഷൻ വന്നു കഴിയുമ്പോൾ പെയിൻ വീണ്ടും ആംപ്ലിഫൈ ആകും. അപ്പോൾ പെയിൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ സൈക്കിൾ ആംപ്ലിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഈ വിഷ്യസ് സൈക്കിൾ എന്ന് പറയും, ഒന്ന് മറ്റൊന്നിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഈ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഫൈബ്രോമയാൾജിയ കൂടിക്കൊണ്ടേയിരിക്കും. അല്ലെ വേദന ഇല്ലാതെ തന്നെ വേദനയുടെ കോശങ്ങൾ നമ്മളൊന്നും തൊടാതെ തന്നെ അവർക്ക് ഈ വേദനയുടെ കോശങ്ങൾ ആക്റ്റീവ് ആകുകയും അവർക്ക് വേദനകൾ വന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഏറ്റവും വലിയ പ്രശ്നം, എല്ലാ ടെസ്റ്റുകളും നോർമൽ ആയതുകൊണ്ട് സമൂഹത്തിൽ ഇവരെ ആൾ റെക്കഗ്നൈസ് ചെയ്യില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്. ഒരു എമ്പതി കിട്ടില്ല അവർക്ക്. ഇവർക്ക് ഡിസ്ക് ആണെന്ന് ചികിത്സിക്കും,
ചിലർക്ക് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഡിസ്കിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതുപോലെ ഡിസ്ക് ചികിത്സിച്ചു കഴിയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാർപ്പൽ ടണലാണെന്ന് വിചാരിക്കും, ചിലപ്പോൾ ഷോൾഡറിൻ്റെ പ്രോബ്ലം ആണെന്ന് ചികിത്സിക്കും. അങ്ങനെ പല 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 കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും അവസാനം പലപ്പോഴും അവർ നല്ലൊരു റുമറ്റോളജിസ്റ്റിനെ കാണുന്നത്. ആ സമയത്തേക്ക് ഇവർക്ക് ഫാമിലിയിൽ നിന്ന് ഭയങ്കരമായ പ്രഷർ കാണും. ഫാമിലിയിൽ നിന്ന് പ്രഷർ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? ഇവർക്ക് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു ഇവരാണ് തിരിച്ചറിയുന്നില്ല എന്ന് സങ്കടം വരും. ഡിപ്രഷൻ വന്നു കഴിയുമ്പോൾ പെയിൻ വീണ്ടും കൂടും. അപ്പോൾ ഈ മൂഡ് ഡിസോർഡറും പെയിനും ഈ ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സായി കിടക്കുന്ന ഒരു ഡിസീസാണ് ഇവർക്ക് ഈ ഒരു രീതിയിലേക്ക് എത്തുന്നത്. പലപ്പോഴും വളരെയധികം കുടുംബങ്ങൾ ഇതുകൊണ്ട് ശിഥിലമാകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിനേക്കാളും കൂടുതൽ, അത്രയും തന്നെയെങ്കിലും അതോ അതിനേക്കാളും കൂടുതലും ഇത് ആൾക്ക് സമൂഹത്തിലുണ്ട്. പഴയ കൺസെപ്റ്റ് ഫൈബ്രോമയാൽജിയ ഒരു സൈക്കാട്രിക് ഡിസീസ്, സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അസുഖമാണെന്നുള്ളതായിരുന്നു പണ്ടത്തെ കൺസെപ്റ്റ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈ MRI സ്കാൻസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള MRI സ്കാൻസൊക്കെ വെച്ച് വളരെ കൃത്യമായിട്ട് ആളുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്കാൻ ചെയ്യുമ്പോൾ ചില പ്രത്യേക ഏരിയസ് ബ്രെയിനിൽ ആക്ടിവേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ഫൈബ്രോമയാൽജിയ ഇല്ലാത്ത ഒരാൾക്ക് 1 കിലോഗ്രാം പ്രഷർ ഇവിടെ ഇടുമ്പോൾ ഒരു 100 കോശങ്ങൾ ആക്ടിവേറ്റഡ് ആകുമെങ്കിൽ ഫൈബ്രോമയാൽജിയ ഉള്ള ഒരാൾക്ക് ഇവിടെ അതേ പ്രഷർ ഇടുമ്പോൾ 5000 കോശങ്ങളായിരിക്കും ആക്ടിവേറ്റഡ് ആകുക. അതുകൊണ്ട് ഫൈബ്രോമയാൽജിയ ഇസ് നോ സൈക്കാട്രിക് ഡിസീസ് അല്ല, അതൊരു ബേസിക്കലി നമ്മുടെ ഒരു പെയിൻ പെർസെപ്ഷൻ്റെ ഒരു അസുഖമാണ്. യൂഷ്വലി 20-25 വയസ്സുള്ള ലേഡീസിലാണ് തുടങ്ങുന്നത്. നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു അസുഖമാണ് ബിനൈൻ ജോയിൻറ്റ് ഹൈപ്പർ മൊബിലിറ്റി, അതായത് ജോയിൻസിന് ഫ്ലെക്സിബിലിറ്റി കൂടുതലുള്ള ഒരു അസുഖമാണ്. അതിനെക്കുറിച്ച് വേറെ ദിവസം നമുക്ക് സംസാരിക്കാം. ജോയിൻസിന് വഴക്കം കൂടുതലാണ്. അങ്ങനെ വഴക്കം കൂടുതലുള്ള ആളുകൾക്ക് ഈ അസുഖം ഉണ്ടാകാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്. അതുപോലെ ചെറിയ പ്രായത്തിൽ 10-15 വയസ്സുള്ള സമയത്ത് ഒരു ജീവിതത്തിൽ ഭയങ്കരമായ കഠിനമായ ഏരിയാസിലൂടെ കടന്നു പോകുന്ന ഡിപ്രഷനോ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ അവർക്ക് ചെറിയ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ഉള്ളവർക്ക് ഈ ഫൈബ്രോമയാൽജിയ ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ഞാൻ എന്തുകൊണ്ടാണ് മൂഡും പെയിനും തമ്മിൽ വളരെ വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് യൂഷ്വലി റിസൾട്ട് ആക്കിയെടുക്കാൻ ബാക്കി റുമറ്റോയ്ഡ് പോലെയല്ല, ഒരു കോംപ്രിഹെൻസീവ് ടീം വേണം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ, അപ്പോൾ ഞാൻ ആദ്യഘട്ടത്തിൽ പ്രാക്ടീസിലൊന്നും ഫൈബ്രോമയാൽജിയയിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ 15% 20% ആൾക്കാർക്ക് അസുഖം കുറയത്തുള്ളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കി നമുക്ക് മരുന്നുകൾ മാത്രമല്ല, നമുക്ക് പല കാര്യങ്ങളും വേണം. അതിൽ ഒരു നല്ലൊരു ഫിസിയോതെറാപ്പി ടീം വേണം, അതിന് പെയിൻ സൈക്കോളജി ടീം വേണം. അതുകൊണ്ടാണ് കേരളം നമുക്കൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഫൈബ്രോമയാൽജിയ ടീം ഇപ്പോഴുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 85-90% ആളുകൾക്ക് ഫൈബ്രോമയാൽജിയ ഉള്ളവർക്ക് ഒരു പരിധിവരെ സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. സാധാരണ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മരുന്നുകൾ മാത്രം ആളുകൾ കൊടുക്കും. ഈ സാധാരണ കഴിക്കുന്ന പെയിൻ കില്ലർ, വോവറാനോ അങ്ങനത്തെ പെയിൻ കില്ലേഴ്സൊന്നും ഇതിൽ വർക്ക് ചെയ്യില്ല. അത് കഴിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ഒരു ടെമ്പററി റിലീഫ് മാത്രമേ എടുത്ത് പലപ്പോഴും ഒരു എഫക്റ്റും കാണത്തില്ല. ഇവർ കൊടുക്കുന്ന മരുന്നുകൾ ഞരമ്പിൻ്റെ ഫങ്ഷൻസിനെ വേരി ചെയ്യുന്ന ഒരു മെഡിസിൻസാണ് നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത്. നമ്മളിവർക്ക് എന്താ ചെയ്യേണ്ടത്? ഇവരുടെ പെയിൻ പെർസെപ്ഷൻ്റെ പെയിൻ ആംപ്ലിഫിക്കേഷനെ ശരിയാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം വേദന വരുന്ന ഒരാൾക്ക് വേറെ തരത്തിലുള്ള എന്ത് അസുഖവും വരാം. ഞാൻ നേരത്തെ പറഞ്ഞു, പലതരത്തിലുള്ള ഇൻഫെക്ഷൻസിൽ വരാം, അല്ലെങ്കിൽ ക്യാൻസറിൽ വരാം, അല്ലെങ്കിൽ വാതരോഗങ്ങൾ വരാം. അതെല്ലാം തന്നെ നമ്മൾ ഇല്ലാന്ന് ആദ്യം എക്സ്ക്ലൂഡ് ചെയ്യും. എക്സ്ക്ലൂഡ് ചെയ്ത ശേഷം ഫൈബ്രോമയാൽജിയ ആണെന്ന് കൺഫേം ചെയ്യും. കൺഫേം ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ തെറാപ്പിയിലോട്ട് കിടക്കുന്നത്. തെറാപ്പിയിൽ ഞാൻ പറഞ്ഞു ആദ്യം എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. അൾട്ടിമേറ്റ്ലി ഇവരുടെ ഒരു സൈക്കോളജിക്കൽ വെൽബീയിങ്ങും ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഫൈബ്രോമയാൽജിയ 5-6 വർഷം വരുമ്പോൾ കുടുംബത്തിൽ തന്നെ ഭയങ്കരമായ പ്രശ്നങ്ങൾ വരും. ഹസ്ബൻഡും വൈഫുമായിട്ടോ കുട്ടികളുമായിട്ടോ അല്ലെ വീടുകാരുമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതിനെ നേരിടേണ്ട കാര്യം അത് ഹസ്ബൻഡും ഒരു കപ്പിൾ കൗൺസിലിംഗ് നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട്. വൈഫുമായിട്ട് ഹസ്ബൻഡുമായിട്ട് ഇരുത്തി ഇതാണ് പ്രശ്നം എന്ന് രണ്ടുപേർക്ക് മനസ്സിലായി കഴിയുമ്പോൾ തന്നെ കുറേ കുടുംബങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും. അതോടൊപ്പം തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് നമ്മുടെ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെയിൻ ജനറേറ്റേഴ്സ് ട്രിഗർ പോയിൻറ്റ്സിനെ റിലീസ് ചെയ്യുക, അതോടൊപ്പം തന്നെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്, മസിലിൻ്റെ ടോൺ കൂട്ടുന്ന എക്സസൈസ് ചെയ്യുക. ഈ കാര്യങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള അസുഖമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ 4-5% ആളുകൾക്കെങ്കിലും ഫൈബ്രോമയാൽജിയ കാണും നമ്മുടെ സമൂഹത്തിൽ ഡെഫിനറ്റ്ലി. പലപ്പോഴും ഇപ്പോൾ IT എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ കൂടുതലാണ്. സ്ട്രെസ്ഫുൾ ലൈഫ് ഉള്ളവർക്ക്, കണ്ടമാനം ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക്, അവർക്ക് ഇവിടെ നിന്നായിരിക്കും വേദന തുടങ്ങുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത് കറക്റ്റായിട്ട് ഏർലി സ്റ്റേജിൽ തന്നെ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ക്രോണിക് വൈഡ് സ്പ്രെഡ് പെയിനായിട്ട് ദേഹം മൊത്തം വ്യാപിക്കുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അത് ചിലപ്പോൾ മരുന്നുകൾ പോലും ഇല്ലാതെ എക്സസൈസ് കൊണ്ടോ ചെറിയ ഒരു സ്ട്രെസ് കുറയ്ക്കുന്ന രീതികളോട് കൊണ്ടോ ഒക്കെ നമുക്കിത് ഈസി ആയിട്ട് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഫൈബ്രോമയാൽജിയ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശരാകേണ്ട കാര്യമില്ല. കാരണം നിരാശരായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദന കൂടുകയുള്ളൂ, ഒരിക്കലും കുറയില്ല. അതുപോലെ ഈ പെയിനിനെക്കുറിച്ച് കണ്ടമാനം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലും നമുക്കൊരു സൊല്യൂഷൻ കിട്ടത്തില്ല. കറക്റ്റായിട്ടൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. നിങ്ങൾക്ക് ഫൈബ്രോമയാൽജിയയിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും.